ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡി സി മെഷീൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കേരള PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഇഫ് ദി ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് എബവ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് വാല്യൂ ഇൻ എ DC ജനറേറ്റർ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ വാല്യൂവിന് എബവ് ആയി കഴിഞ്ഞാൽ എന്താണ് എഫക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് ആദ്യം അറിയാം. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം അലൗബിൾ ഫീൽഡ് റെസിസ്റ്റൻസ് ഫോർ ജനറേറ്റർ ടു ബിൽഡ് അപ്പ് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എത്രത്തോളം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് അതിന് ഉണ്ടാവാൻ പറ്റും, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും ബിലോ ആണെങ്കിൽ സാധാരണ പോലെ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എബവ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആണ്. എബവ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആവുമ്പോൾ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് കുറയും, ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ ജനറേറ്റർ ഫെയിൽ ആവും. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി, ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ സീരീസ് റെസിസ്റ്റർ കണക്റ്റഡ് വിത്ത് എ ഹോൾഡിംഗ് കോയിൽ ഇൻ എ DC 4-point സ്റ്റാർട്ടർ? അപ്പൊ DC 4-point സ്റ്റാർട്ടറിന്റെ കേസിൽ നമ്മളൊരു സീരീസ് റെസിസ്റ്റർ വെക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീരീസ് റെസിസ്റ്റർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ, ഹോൾഡിംഗ് കോയിലിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സപ്ലൈ വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ പോലും അതിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് ഓവർ ഹീറ്റിങ്ങോ ഡാമേജോ ഒന്നും ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരീസ് റെസിസ്റ്റർ ഹോൾഡിംഗ് കോയിലിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എ, ലിമിറ്റ് ദ കറണ്ട് ഇൻ ഹോൾഡിംഗ് കോയിൽ. Next question. Why is the direction of rotation changed by only changing the armature current direction in a DC compound motor? DC compound motor ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഫീൽഡ് കറണ്ട് അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുക. DC കോമ്പൗണ്ട് മോട്ടറിന്റെ കേസിൽ ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കി കഴിയുമ്പോൾ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് രണ്ടും കൂടെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഫീൽഡും ആർമേച്ചർ കറണ്ടും രണ്ടിന്റെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ there will be no change in direction of rotation. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കേസിൽ ഫീൽഡ് കറണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്റ്റർബ്ഡ് ആവും. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ആർമേച്ചർ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which speed control methods offer below normal speed? Below normal speed എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. ഫീൽഡ് കൺട്രോൾ മെത്തേഡ് ആണെങ്കിൽ എബവ് നോർമൽ സ്പീഡ്. നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു DC സീരീസ് മോട്ടോറിന്റെ കേസിൽ ഫീൽഡ് വൈൻഡിങ് തിക്ക് വയറാണ്. വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം DC സീരീസ് മോട്ടോറിന്റെ കേസിൽ സീരീസ് ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും ലോഡ് കറണ്ടും സെയിം തന്നെയാണ്. അത്രയും ഹൈ ആയിട്ടുള്ള ലോഡ് കറണ്ടിനെ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് കറണ്ട് നമ്മൾ തിക്ക് വയർ യൂസ് ചെയ്യുന്നത്. തിക്ക് വയർ യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമുക്കറിയാം റെസിസ്റ്റൻസ് R = ρl / A എന്നൊരു ഇക്വേഷൻ ഉണ്ട്. തിക്ക് വയർ ആകുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും.
അതായത് കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യും. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് നമ്മൾ തിക്ക് വയർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ലോഡ് കറണ്ട്, ഹൈ വാല്യൂ ഉള്ള ലോഡ് കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് DC സീരീസ് മോട്ടോറിൽ ഫീൽഡ് വൈൻഡിങ് തിക്ക് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ആർമേച്ചർ വൈൻഡിങ്? ആർമേച്ചർ വൈൻഡിങ്ങിനെ ടെസ്റ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗ്രൗളർ എന്ന് പറയുന്നത്. മെഗർ എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട്. മൾട്ടിമീറ്റർ നമുക്കറിയാം വോൾട്ടേജ് മെഷർ ചെയ്യും, കറണ്ട് മെഷർ ചെയ്യും, റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. ഓം മീറ്റർ ആണെങ്കിലും റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. പക്ഷെ ആർമേച്ചർ വൈൻഡിങ്ങിന്റെ കേസിലുള്ള ഓട്ടോ ടേൺസ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി മൾട്ടിമീറ്ററിനോ ഓം മീറ്ററിനോ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഗ്രൗളർ. ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ 4-pole wave wound DC machine is 0.08 ohm. അപ്പോൾ ഇനീഷ്യൽ ആർമേച്ചർ റെസിസ്റ്റൻസ് നമ്മൾ RA1 എന്ന് എടുക്കുകയാണെങ്കിൽ അതാണ് 0.08 ohm. എത്രയായിരുന്നപ്പോ നമ്പർ ഓഫ് പാരലൽ പാത്സ് ഈക്വൽ ടു 2. കാരണം എന്താണ്? വേവ് വൈൻഡിങ് ആണ്. വേവ് വൈൻഡിങ്ങിന്റെ കേസിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് വിൽ ബി 2 ഇറസ്പെക്റ്റീവ് ഓഫ് നമ്പർ ഓഫ് പോൾസ്. ഇനി നമ്മൾ ഈ ആർമേച്ചറിനെ റീവൈൻഡ് ചെയ്യാണ്, ലാപ്പ് വൈൻഡിങ് ആക്കി മാറ്റാണ്. ലാപ്പ് വൈൻഡിങ് ആക്കി മാറ്റുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്സ് വിൽ ബി ചേഞ്ച് ടു നമ്പർ ഓഫ് പോൾസ് വിച്ച് ഈസ് ഈക്വൽ ടു 4. ഇവിടെ 4 പോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിച്ച് വിൽ ബി ഈക്വൽ ടു 4. ആ സമയത്തുള്ള ആർമേച്ചർ റെസിസ്റ്റൻസ് RA2 എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 6 ആർമേച്ചർ റെസിസ്റ്റൻസും A നമ്പർ ഓഫ് പാരലൽ പാത്സ് ആണെങ്കിൽ Rഉം Aയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് R ഈസ് പ്രൊപ്പോർഷണൽ ടു A² എന്നുള്ളതാണ്. ഇതിലെ പവർ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടുന്നത്. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ RA1/RA2 നമുക്ക് എങ്ങനെ എഴുതാം? A2² ഡിവൈഡഡ് ബൈ A1² എന്ന് എഴുതാം. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് പാരലൽ പാത്സ് ആണ് വരുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്? A2ന്റെ വാല്യൂ 4 ആണ്. 4² ഡിവൈഡഡ് ബൈ 2² എന്ന് വരുന്നത് 16 ഡിവൈഡഡ് ബൈ 4 വിച്ച് മീൻസ് 4. അങ്ങനെയാണെങ്കിൽ RA2ന്റെ വാല്യൂ എന്തായിരിക്കും? RA1 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 0.08 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് 0.02 ohm. ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ D 0.02 ohm. ഈ ഒരു റിലേഷൻ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. What is the shape of the armature flux in a DC machine due to armature reaction? അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സാഡിൽ ഷേപ്പ് ആണ്. ഓപ്ഷൻ B സാഡിൽ ആണ് വരിക. നമുക്കറിയാം ആർമേച്ചർ റിയാക്ഷൻ മെയിൻ ഫ്ലക്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്ലക്സ് ചില പോയിന്റ്സിൽ വീക്കൻ ചെയ്യും, ചില പോയിന്റ്സിൽ സ്ട്രെങ്തനും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് സാഡിൽ. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ B സാഡിൽ. DC സീരീസ് മോട്ടോർ ഈസ് റണ്ണിങ് അറ്റ് റേറ്റഡ് സ്പീഡ്. DC സീരീസ് മോട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഫീൽഡ് വൈൻഡിങ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ മോട്ടർ എന്താണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം DC സീരീസ് മോട്ടോറിന്റെ കേസിൽ സീരീസ് ആയിട്ടാണ് ഫീൽഡ് വരുന്നത്. ഈ സീരീസ് ആയിട്ടുള്ള ഫീൽഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് DC സീരീസ് മോട്ടോറിന്റെ കേസിൽ വരിക. ഫീൽഡ് എന്ന് പറയുന്നത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കൂടെ അല്ലേ കറണ്ടിന്റെ പാസിങ് നടക്കുള്ളൂ. അപ്പൊ ഈ ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറയും. വിച്ച് മീൻസ് ഡെവലപ്ഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് വളരെ കുറയും. N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/φ ആണ് നമുക്കറിയാം. ഫ്ലക്സ് നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എന്തുണ്ടാവും? ഇറ്റ് വിൽ ബി ഇൻക്രീസ് ഡേഞ്ചറസ്ലി. അതുകൊണ്ട് സീരീസ് മോട്ടറിന്റെ ഫീൽഡ് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ വിൽ റൺ അറ്റ് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ്. ഓപ്ഷൻ B. ഓക്കെ.
Next question. The speed and torque of a DC motor at a particular output power are 1000 RPM and 100 Newton meter. അപ്പോൾ N1 എന്ന് പറയുന്നത് 1000 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. T1 എന്ന് പറയുന്ന ടോർക്ക് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു, 100 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ ടോർക്ക് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓഫ് ദ DC motor rotate at a speed of N2 എന്താണെന്ന് തന്നിട്ടുണ്ട്, 500 RPM. 500 RPM ആയി കഴിഞ്ഞാൽ T2ന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് ടി എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഒമേഗനെ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗുലർ വെലോസിറ്റി ആണ്, 2πn/60 ഇൻറ്റു ടി എന്ന് എഴുതാം. ഇവിടെ സെയിം ഔട്ട്പുട്ട് പവർ ആണ് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. 2πn1t1 ഡിവൈഡഡ് ബൈ 60 വിൽ ബി ഈക്വൽ ടു 2πn2t2/60 എന്ന് എഴുതാൻ പറ്റില്ലേ? ഇതിൽ നിന്ന് 2πയും 60യും രണ്ട് ഭാഗത്തും ക്യാൻസൽ ആവും. n1t1 is equal to n2t2 എന്നായി. അതിൽ നിന്ന് n2t2 അതിൽ നിന്ന് നമുക്ക് t2ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. t2 is equal to എന്ത് വരും, n1t1 ഡിവൈഡഡ് ബൈ n2. n1ന്റെ വാല്യൂ എത്രയാണ്, 1000. t1ന്റെ വാല്യൂ എത്രയാണ്, 100 ഡിവൈഡഡ് ബൈ 500 ആണ് n2ന്റെ വാല്യൂ. 500 ആവുമ്പോൾ ഇവിടെ എന്ത് വരും, 200 ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്റർപോൾസ് ഇൻ DC machine have a tapering shape in order to. മെയിൻ പോൾസിന്റെ ഇടയ്ക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കമ്മ്യൂട്ടേറ്റിംഗ് പോൾസിനെയാണ് നമ്മൾ ഇന്റർപോൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും. ഇത് ടേപ്പേർഡ് ഷേപ്പിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ റെഡ്യൂസിങ് ദ സാച്ചുറേഷൻ ഇൻ ദ ഇന്റർപോൾസ്. ഇന്റർപോൾസിലെ സാച്ചുറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർപോൾസ് എന്ന് പറയുന്നത് ടേപ്പറിംഗ് ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് two 8-pole DC machines of identical armature are wound, one with lap winding, other with wave winding, then മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിൽ എങ്ങനെയാണ്, ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഹൈ കറണ്ട് ആൻഡ് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. വൈൽ വേവ് വൈൻഡിങ്ങിന്റെ കേസിലാണെങ്കിൽ ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുക. ആപ്ലിക്കേഷൻസ് ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താണ്, വേവ് വൗണ്ട് മെഷീൻ വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ലെസ് കറണ്ട്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സ്പീഡ് ഓഫ് DC മോട്ടോർ ഇൻക്രീസസ് വിത്ത് ലോ ടോർക്ക് ദെൻ ഇറ്റ് ഈസ് എ. സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള മോട്ടോഴ്സിന്റെ കേസിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. എന്നാൽ ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് മോട്ടോറിന്റെ കേസിൽ നമുക്ക് രണ്ട് വൈൻഡിങ് ഉണ്ട്. ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വൈൻഡിങ്ങും ഉണ്ട്, കൂടാതെ പാരലൽ ആയി വരുന്ന ഒരു വൈൻഡിങ്ങും ഉണ്ട്. മേ ബി ലോങ് ഷണ്ട് ആവാം അല്ലെങ്കിൽ ഷോർട്ട് ഷണ്ട് ആവാം. അപ്പോ ഈ രണ്ട് ഫീൽഡുകളും എന്ന് പറയുന്നത് പരസ്പരം ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഏതിന്റെ കേസിൽ വരുന്നത്, ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് മോട്ടോറിന്റെ കേസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് വീക്കൻ ചെയ്യും. ഫ്ലക്സ് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5 ഓർ V - IA/RA/5 ആണ്. ഫ്ലക്സ് വീക്കൻ ചെയ്യാന്ന് പറയുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളതും അതാണ്. സ്പീഡ് ഇൻക്രീസസ് വിത്ത് ലോഡ് ടോർക്ക് വരുന്നത് ഏത് മെഷീന്റെ കേസിലാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടോറിന്റെ കേസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A DC shunt motor having unsaturated magnetic circuit runs at 1500 rpm at rated voltage. If the applied voltage is half the rated voltage. Suppose നമ്മൾ V1 നെ V എന്ന് denote ചെയ്യുകയാണെങ്കിൽ V2 is V divided by 2. N is proportional to V minus IARA by phi ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, N is proportional to V divided by IF. ഫ്ലക്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഫീൽഡ് കറണ്ട് ആണ്. അതുപോലെ തന്നെ മുകളിലെ ന്യൂമറേറ്റർ വോൾട്ടേജുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്, പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ N is proportional to V by IF എന്ന് നമുക്ക് എഴുതാലോ. ഇതിൽ നിന്ന് നമുക്ക് N2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? N1 into V2 divided by IF2 എന്ന് എഴുതാമല്ലോ. അതായത് ഇവിടുത്തെ കേസിൽ N1 എന്ന് പറയുന്നത് സ്പീഡ് N ആണെന്ന് എടുക്കുക. V2 എന്ന് പറയുന്നത് V divided by 2 divided by ഫീൽഡ് കറണ്ട് എന്ത് ചെയ്യും? ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. IF divided by 2. കാരണം ഷണ്ട് മോട്ടർ ആണ് വരുന്നത്. ഷണ്ട് മോട്ടർ വരുമ്പോൾ ആർമേച്ചറിന് എക്രോസ് ആയിട്ടാണ് ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ടെർമിനൽ വോൾട്ടേജ് ഹാഫ് ആവുകയാണെങ്കിൽ ഇവിടത്തെ ഇതിൽ കൂടെ പോകുന്ന കറണ്ടും ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ രണ്ടും ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ആവും. അതായത് എന്തായിരുന്നോ സ്പീഡ് അതേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. Option D, 1500 rpm. Next question. A DC shunt motor has external resistance of RA and RF in armature and field circuit. ആർമേച്ചറിന്റെ ഫീൽഡ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസസ് ആണ് RAയും RF എന്ന് വിചാരിക്കാം. ആർമേച്ചർ കറണ്ട് അറ്റ് സ്റ്റാർട്ടിംഗ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ കീപ്പിംഗ്. ആർമേച്ചർ കറണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള ആർമേച്ചർ കറണ്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർമേച്ചർ റെസിസ്റ്റൻസ് മാക്സിമം ആക്കി വെക്കണം, ഇൻക്രീസ് ചെയ്യണം. അതായത് ആർമേച്ചർ റെസിസ്റ്റൻസ് മാക്സിമം ആക്കണം. പിന്നെ ബാക്കി വരുന്ന കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യണം. DC ഷണ്ട് മോട്ടറാണ്, അതായത് ഫീൽഡിൽ കൂടെ പാസ് ചെയ്യണം. ഫീൽഡിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ RFന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? കുറച്ച് വെക്കണം. അതായത് RA മാക്സിമം RF മിനിമം ആയിട്ട് ഇരിക്കണം. ഓക്കെ അല്ലേ? Next question. An electric train employing a DC series motor is running at a fixed speed. ഒരു ഫിക്സഡ് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, DC സീരീസ് മോട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. When a sudden slight drop in the main voltage occurs. മെയിൻ വോൾട്ടേജിൽ സഡൻ ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB by phi ആണ്, വിച്ച് മീൻസ് V minus IARA ഡിവൈഡഡ് ബൈ phi. വിയുടെ വാല്യൂ ആണ് സഡൻലി ഡ്രോപ്പ് ചെയ്യുന്നത്, വിച്ച് മീൻസ് EB ഡ്രോപ്പ് ചെയ്യും. EB ഡ്രോപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി സ്പീഡും ഡ്രോപ്പ് ചെയ്യും. കറക്റ്റ് അല്ലേ? അപ്പൊ സ്പീഡ് എന്താണ് സംഭവിക്കുന്നത്? ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് ഇൻ സ്പീഡ് വരുന്ന രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ഇനി കറണ്ടിന് എന്താണ് സംഭവിക്കുന്നതാണ് നോക്കാനുള്ളത്. അപ്പൊ സ്പീഡ് കുറയുമ്പോൾ ലോഡിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടോർക്ക് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ. ടോർക്ക് എന്ന് പറയുന്നത് IA² പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആർമേച്ചർ കറണ്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. അതായത് എന്ത് സംഭവിക്കും? സ്പീഡ് ഡ്രോപ്പ് ചെയ്യിച്ചാലും കറണ്ടിന് എന്താണ് സംഭവിക്കുക? there will be rise in current. Option B. Next question. A pair of similar DC generators operates in parallel and supply a common load. ഒരു കോമൺ ലോഡിലാണ് സപ്ലൈ ചെയ്യുന്നത്, പാരലലി ആണ് ഓപ്പറേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. It is required to switch off machine 1. മെഷീൻ 1 നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നിട്ട് മെഷീൻ 2ലേക്ക് എൻറ്റയർ ലോഡിനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ഏത് ഓർഡറിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരെ പോയി സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ? സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ മെഷീൻ 1നെ? ഇല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യണം. DC ഷണ്ട് ജനറേറ്റർ ആണ്. ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ
മെഷീൻ 1ന്റെ കേസിലെ ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മെഷീൻ 2ന്റെ കേസിലുള്ള ഫീൽഡ് കറണ്ട് പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് മെഷീൻ 1 ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യാണ്, അതായത് ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രീലി. പക്ഷെ ലോഡിനൊക്കെ സപ്ലൈ ചെയ്യുന്ന മെഷീൻ 2 ആണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യാം മെഷീൻ 1. അതായത് ഇവിടുത്തെ ഓർഡർ എന്താണ് വരുന്നത്? ഫസ്റ്റ് ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 1 റെഡ്യൂസ് ചെയ്യുക, രണ്ടാമത് ഫീൽഡ് കറണ്ട് ഓഫ് മെഷീൻ 2 ഇൻക്രീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാണ് മെഷീൻ 1 എന്നുള്ളത് ഉറപ്പാക്കുക. അതിനുശേഷം എങ്ങോട്ട് വരിക? സ്വിച്ച് ഓഫ് ചെയ്യുക മെഷീൻ 1. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓർഡർ എന്താ വരിക? 2, 3, 4 and 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ജനറേറ്റർ ഫോർ വെൽഡിംഗ് പർപ്പസ്. വെൽഡിംഗ് പർപ്പസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Next question, in DC shunt motor, field excitation is kept maximum value during starting to. DC shunt motor ആണ്, അപ്പോൾ ഫീൽഡ് എക്സൈറ്റേഷൻ മാക്സിമം ആയി കഴിഞ്ഞാൽ IF will be maximum, IA will be reduced. IL എന്ന് പറയുന്ന ലോഡ് കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആർമേച്ചർ ഹീറ്റിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആർമേച്ചർ കറണ്ട് റെഡ്യൂസ് ചെയ്യുക, അതുവഴി ആർമേച്ചർ ഹീറ്റിംഗ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DC ഷണ്ട് മോട്ടോറിന്റെ കേസിൽ ഫീൽഡ് എക്സൈറ്റേഷൻ സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം ആക്കി വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a 220 volt DC motor produces 40 Newton meter torque. T1 is equal to 40 Newton meter ആണ് തന്നിട്ടുണ്ട്. at an armature കറണ്ടും പറഞ്ഞിട്ടുണ്ട്, ആർമേച്ചർ കറണ്ട് ഓഫ് 10 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് IA2 ഈക്വൽ ടു 15 ആംപിയർ ആയി കഴിഞ്ഞാൽ ഉള്ള ഡെവലപ്ഡ് ടോർക്ക് T2 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. T ഈസ് പ്രൊപ്പോർഷണൽ ടു IA² ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T1 ഡിവൈഡഡ് ബൈ T2 വിൽ ബി ഈക്വൽ ടു IA1² ഡിവൈഡഡ് ബൈ IA2². IA1² വാല്യൂ എന്ന് പറയുന്നത് 10² ഡിവൈഡഡ് ബൈ 15². T2 വിൽ ബി ഈക്വൽ ടു 15² ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു T1. T1ന്റെ വാല്യൂ എത്രയാണ്? 40 ന്യൂട്ടൺ മീറ്റർ. ഫിഫ്റ്റീൻ ഇൻറ്റു 6 വരും. ആൻസർ 90 ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻ സി. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് PSC ചോദിച്ചിട്ടുള്ള DC മെഷീൻസിന്റെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 95 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുന്നത്തെ പാർട്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ താഴെ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ DC മെഷീൻസിന്റെ തിയറി പാർട്ട് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.